വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്ത് ഒന്നടക്കം ത്രില്ലടിപ്പിച്ച മത്സരങ്ങളാണ് കടന്നുപോയത്. ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത മത്സരങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏത് കുഞ്ഞന്മാരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആ മത്സരത്തിൽ അവർ അങ്ങ് വമ്പന്മാരെ കയറി മേയുന്ന കാഴ്ച ഈ വേൾഡ് കപ്പിലുടനീളം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിലേറ്റവും പ്രത്യേകത ഫിഫ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ള, അതായത് 2ാം സ്ഥാനത്തുള്ള സ്പെയിൻ ആകട്ടെ ആദ്യമായി വേൾഡ് കപ്പ് കളിക്കാനെത്തിയ കപ്പ് വെർദെ എന്ന ടീമിനോട് സമനിലയിൽ കുരുങ്ങുന്നു. ഇനി ലാറ്റിൻ അമേരിക്കൻ കരുത്തരായി ഈ വേൾഡ് കപ്പിനേറെ സജ്ജമായി വന്ന ഉറുഗ്വായ് ആകട്ടെ ഏഷ്യൻ വമ്പന്മാരായ സൗദി അറേബ്യയോട് സമനിലയിൽ കുരുങ്ങുന്നു. ഇന്നലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ആഫ്രിക്കൻ കുഞ്ഞന്മാരായ കോങ്കോയോട് സമനിലയിൽ കുടുങ്ങുന്നു. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പല മത്സരഫലങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ പഴയതുപോലെയല്ല, ഫിഫ റാങ്കിംഗ് ഒക്കെ ലൈവായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ 10 റാങ്കിങ്ങിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് റാങ്കിങ്ങിലെ ആദ്യ 10 സ്ഥാനക്കാരെ നോക്കാം. ഈജിപ്തുമുള്ള സമനില കാരണം തന്നെ 9ാം സ്ഥാനത്തുണ്ടായിരുന്ന ബെൽജിയം ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി 1733 പോയിന്റുമായി 10ാം സ്ഥാനത്തെത്തി. 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ജർമ്മനി മികച്ച മത്സരഫലത്തിനാൽ തന്നെ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 1743 പോയിന്റുമായി റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്തെത്തി. 1743 പോയിന്റുമായി മാറ്റങ്ങളില്ലാതെ 8ാം സ്ഥാനത്ത് നെതർലാൻഡ് തുടരുകയാണ്. അതേസമയം ആഫ്രിക്കൻ കുഞ്ഞന്മാരോട് പിടിച്ച, അതായത് ഫിഫ റാങ്കിങ്ങിൽ 68ാം സ്ഥാനക്കാരായ കോങ്കോയോട് പിടിച്ച സമനില കാരണം തന്നെ 1755 പോയിന്റുമായി പോർച്ചുഗൽ 2 സ്ഥാനം താഴോട്ടിറങ്ങി 5ൽ നിന്നും 7ലേക്ക് എത്തി നിൽക്കുകയാണ്. അതേസമയം ബ്രസീലുമായുള്ള മികച്ച മത്സരത്തിന്റെ കാരണത്താൽ തന്നെ 1755 പോയിന്റുമായി 7ാം സ്ഥാനത്തുണ്ടായിരുന്ന മൊറോക്കോ 6ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതേപോലെ 1765 പോയിന്റുമായി ബ്രസീലും നില മെച്ചപ്പെടുത്തി 6ൽ നിന്ന് 5ലേക്ക് എത്തിയിരിക്കുകയാണ്. 1828 പോയിന്റുമായി മാറ്റമില്ലാതെ ഇംഗ്ലണ്ട് 4ാം സ്ഥാനത്ത് തന്നെയാണ്. അതേസമയം മോശം മത്സരത്തിന്റെ സാഹചര്യത്തിൽ കപ്പ് വെർദെയോട് സമനില വഴങ്ങിയ സ്പെയിന് 1856 പോയിന്റുമായി 2ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്കെത്തി. സെനഗലിനെ പരാജയപ്പെടുത്തി 1887 പോയിന്റുമായി ഫ്രാൻസ് 3ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. മികച്ച മത്സരം കാഴ്ചവെച്ച അർജന്റീനക്ക് ഫിഫ റാങ്കിങ്ങിൽ മാറ്റങ്ങളൊന്നുമില്ലാതെ 1889 പോയിന്റുമായി റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. വേൾഡ് കപ്പിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വലിയ മാറ്റങ്ങളാണ് ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 10ൽ സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.